മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ മതപരിവർത്തനം ആരോപിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട മലയാളി വൈദികനും ഭാര്യയ്ക്കും ജാമ്യം കിട്ടി ഇന്നലെ. ഫാദർ സുധീർ ജോൺ വില്യംസിനും ഭാര്യ ജാസ്മിൻ വില്യംസിനും വറൂഡ് കോടതിയാണ് ഉപാധികളോട് ജാമ്യം നൽകിയത്. ഇപ്പോൾ നമ്മുടെ മുംബൈ പ്രതിനിധി ശ്രീനാഥ് ചന്ദ്രനൊപ്പം ഫാദർ സുധീർ ജോണും ഭാര്യയും തത്സമയം ചേരുകയാണ്. അവർക്കൊരു ഗുഡ് മോർണിംഗ് പറയുക. അവരുടെ പ്രഭാതങ്ങൾ ഇരുണ്ടു പോകാതിരിക്കാൻ കോടതി ഇടപെട്ടു എന്നുള്ളത് ആശ്വാസകരമായ കാര്യം. പറയൂ ശ്രീനാഥ് ചന്ദ്രൻ, ഹാപ്പി ന്യൂ ഇയർ, ഗുഡ് മോർണിംഗ്. ഹാപ്പി ന്യൂ ഇയർ SKN, വെരി ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ളത് അമരാവതിയിലെ കൊണ്ടാലി എന്ന സ്ഥലത്താണ്. ഇന്നലെ ഈ ജാമ്യം കിട്ടിയതിന് ശേഷം ഇരുവരും താമസിച്ചത് ഈ കൊണ്ടാലിയിലെ ഈ കൊച്ചു വീട്ടിലേക്ക് വന്നാണ്. ഇവിടെയായിരുന്നു ഇന്നലെ രാത്രി മുഴുവൻ ഉണ്ടായിരുന്നത്. ഇവിടെ അടുത്തുള്ള കുറച്ച് ഗ്രാമവാസികളെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഏതായാലും ഒരു പുതുവത്സരത്തിലേക്ക് വരികയാണ്, ഒരു പുതിയ വർഷത്തിലേക്ക് വരികയാണ്. ഫാദറുണ്ട്, ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുമുണ്ട്. പുതിയ വർഷത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ വർഷത്തിൻ്റെ അവസാനം കുറച്ച് അധികം ബുദ്ധിമുട്ടേണ്ടി വന്നു അല്ലേ? തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കങ്ങളാവട്ടെ, നന്മകളുണ്ടാകട്ടെ, എല്ലാവർക്കും ആശംസകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് ലാസ്റ്റ് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ 2025 ഒരു നല്ല വർഷമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റുകൾ മാത്രം, ലാസ്റ്റ് ദിവസങ്ങൾ മാത്രം കുറച്ച് ഭീകരമായി പോയി എന്നുള്ളതാണ്. നമ്മൾ ഇന്നലെ കോടതിക്ക് മുന്നിൽ വെച്ച് സംസാരിച്ചതിന് ശേഷമാണ് എനിക്ക് ആ FIRന്റെ പകർപ്പ് കിട്ടി. അപ്പോൾ അതിലൂടെ ഞാനിങ്ങനെ പോവുകയായിരുന്നു. അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ അവിടെ എത്തി 4 മണിയോടെ എത്തി, 6 മണിയോടെ അവിടെ നിങ്ങൾ സംസാരിക്കുന്നു. ഒരാൾ കേട്ടറിവിൻ്റെ പുറത്തിലാണ് കേസ് വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഈ അവിടെ പണം കൊടുത്ത് നിങ്ങൾക്ക് പണവും ജോലിയും നൽകാം, നിങ്ങൾ ക്രിസ്തീയ മതത്തിലേക്ക് വരണം എന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടു, അത് ഞാൻ കേട്ടു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈ മൊഴി. അതിൽ എത്രത്തോളം യാഥാർത്ഥ്യം, ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാൻ? എനിക്ക് ചോദിക്കാനുള്ളത്, ആരെങ്കിലും പണം കൊടുത്തെന്ന് പറഞ്ഞിട്ട് ഇതിൽ മതത്തിലോട്ട് മാറും? ഇപ്പം ഈ കേൾക്കുന്ന ആരുടെ അടുത്താണെങ്കിലും നിങ്ങൾക്ക് പൈസ തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ മാറി വരുമോ? അപ്പോൾ എൻ്റെ അടുത്ത് പോലീസിൻ്റെ അടുത്ത് രഹസ്യമായിട്ട് ചോദിച്ചൊരു കാര്യം അങ്ങനെയാണ്, നിങ്ങൾക്ക് ഒരാളിന് മതപരിവർത്തനം നടത്തി എത്ര രൂപ കിട്ടുമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് അവരോട് ഇപ്പോൾ ഫോഴ്സ്ഫുള്ളായിട്ടോ അല്ലെങ്കിൽ നിർബന്ധിതമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടമില്ലാതെയോ പറയാൻ പോലും ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ പറയാം, നമുക്ക് നമ്മുടെ ആർട്ടിക്കിൾ 25ന്റെ ബേസിലാണെങ്കിൽ നമുക്ക് അവരോട് ഇതെല്ലാം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്, നമ്മുടെ ആശയങ്ങൾ കൈമാറാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അങ്ങനെ പോലും ചെയ്യാതിരിക്കുമ്പോൾ അങ്ങനെ എവിടെ ജോലി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്? ഈ ഗ്രാമത്തിലുള്ള ആളുകളെ എവിടെ കൊണ്ടുപോയി ജോലി? ഇത്രയും ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് ഏകദേശം 100-150 കിലോമീറ്റർ വ്യത്യാസമുള്ള ഈ ആളുകളെ എവിടെ കൊണ്ടുപോയി ജോലി കൊടുക്കുമെന്നാണ്? അല്ലെങ്കിൽ ഇവർക്ക് എത്ര രൂപ കൊടുക്കുമെന്നാണ്? എത്ര കൊടുക്കാൻ പറ്റും ഒരാളിനെ? അല്ലെങ്കിൽ ഇങ്ങനെ മതപരിവർത്തനം നടത്തി കൊണ്ടുവരണമെന്ന് പറഞ്ഞ് എത്ര രൂപ കൊടുത്താണ് കൊണ്ടുവരാൻ പറ്റുക? അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ലോജിക്കലായിട്ട് ചിന്തിച്ചാൽ അല്ലെങ്കിൽ തടഞ്ഞ ആളുകളൊക്കെ പരിചയമുണ്ട്. നിങ്ങൾ ഈ ഗ്രാമങ്ങളിലൊക്കെ സഞ്ചരിക്കുന്നതാണല്ലോ ഈ മേഖലയിലൊക്കെ. ഞങ്ങൾ ഈ മേഖലകളിൽ ആ മേഖലയിൽ വളരെ കുറച്ച് മാത്രമേ സഞ്ചരിച്ചിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഇദ്ദേഹം ഞങ്ങളെ വിളിച്ചാൽ മാത്രമേ ഞങ്ങൾ പോയി. പക്ഷേ ഞങ്ങൾ അതിനു മുമ്പ് ഇദ്ദേഹം വിളിച്ചിട്ട് ഒരു പ്രാവശ്യം മാത്രമേ ഞങ്ങളവിടെ പോയിട്ടുള്ളൂ. ഒന്നല്ലെങ്കിൽ 2 പ്രാവശ്യം, വളരെ എന്ന് വെച്ചാൽ പേഴ്സണൽ വിസിറ്റ് മാത്രമാണുള്ളത്. ഇദ്ദേഹം എല്ലാ വർഷങ്ങളിലും ഇദ്ദേഹം ബർത്ത്ഡേ പ്രോഗ്രാം നടത്താറുണ്ട്. അദ്ദേഹം വാടകയ്ക്കാണ് പല സ്ഥലങ്ങളിൽ. ഇപ്പോഴാണ് അദ്ദേഹം അവിടെ താമസത്തിന് വേണ്ടി വന്നത്. ഇപ്പോൾ ആ ഷെഡ് തന്നെ അദ്ദേഹത്തിൻ്റെ പുതിയ വീടാണ്. അവിടെയാണ് ഇപ്പോൾ അദ്ദേഹം താമസത്തിന് വേണ്ടി വന്നത്. അപ്പോൾ താമസത്തിന് വേണ്ടി വന്നപ്പോഴാണ് അദ്ദേഹം ബർത്ത്ഡേ ആണ് എന്ന് പറഞ്ഞത്. 28-ാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞത്. ബർത്ത്ഡേയും മാരേജ് ആനിവേഴ്സറി അടുത്തടുത്ത് വരുന്നത്. നിങ്ങൾക്കെതിരെ പരാതി കൊടുത്ത ആളുകളെയും ഈ തടഞ്ഞ ഈ ബജരംഗ് ദൾ പ്രവർത്തകരൊക്കെ അറിയാം? അവരൊക്കെ ആരാണ്? അവരൊരു ഈ ബജരംഗ് ദളിന്റെ പ്രവർത്തകർ എനിക്ക് തോന്നുന്നത് ലോനി എന്ന് പറയുന്ന ഗ്രാമത്തിൽ, ഒരു 4 കിലോമീറ്റർ അപ്പുറം ലോനി എന്നുള്ള ഗ്രാമത്തിൽ നിന്ന് വന്നവരാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ആ റിതേഷ് പറയുന്നതും മറ്റ് ഇൻഫർമേഷൻസും വെച്ചിട്ട് 4 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് അവർ പ്ലാൻ ചെയ്ത് വന്നതാണ്. ആ ഗ്രാമത്തിൽ പ്രശ്നമില്ല എന്നാണ് റിതേഷ് ധൈര്യമായിട്ട് പറയുന്നത്. അതും കൂടെ കൊണ്ടാണ് ഞങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നത്, അവരുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോലും പോകുന്നത്. കാരണം ഒരു മനഃപൂർവ്വമായൊരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ ഒരിക്കലും ശ്രമിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇതുപോലെ ഭീഷണികളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ, കാര്യമായ ഗൗരവമുള്ള തരത്തിൽ? തീർച്ചയായിട്ടും അത് ഈ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ഇത് വളരെ സഹജമായൊരു കാര്യമാണ്. ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട്, പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം. തരം ഭീഷണിയാണ്? വധഭീഷണിയാണ് കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ വധഭീഷണി എന്ന് പറയുമ്പോൾ ഒരു വടിയെടുത്ത് പുറകിൽ നിന്ന് ഓടുന്ന സന്ദർഭങ്ങൾ പോലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും. പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ 1-2 ആളുകൾ അല്ലെങ്കിൽ ഒരു 10ഓളം ആളുകൾ ചേർന്ന് നിന്നിട്ട് വരുന്നതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു 250-300 ആളുകൾ ഒരുമിച്ച് പ്ലാൻ ചെയ്ത് വരുന്നു. സംഭവിച്ച് അവർ ഞങ്ങളെ വളയുന്നു അല്ലെങ്കിൽ ഒരു ഭീഷണിപ്പെടുത്തി ഇനി വരരുത് എന്ന് പറഞ്ഞ് വിടുന്നത് പോലും നമുക്ക് ഓക്കെയാണ്. പക്ഷേ മനഃപൂർവ്വം പോകുന്നതല്ലോ. ഞാൻ പറഞ്ഞ അവർ വിളിച്ചിട്ടാണ് അവിടെ പോകുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാളുടെ സുഖമില്ല, ഞങ്ങളുടെ വിശ്വാസിയാണ്, ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വരണേ എന്ന് പറഞ്ഞ് ഞങ്ങൾ പോകുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇത്രയും ഇത് വരുമ്പോൾ ജാസ്മിൻ കൂടിയുണ്ട്. പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നു. അപ്പോൾ ആ ഒരു പേടിയൊക്കെ മാറി. ഇപ്പം മനസ്സെങ്ങനെയുണ്ട്? ശാന്തമായോ?
തീർച്ചയായും ശാന്തമായി. ഇനി കുഴപ്പം ഒരുപാട് ഭയന്നു പോയി അല്ലേ? അങ്ങനെ ഭയമൊന്നും തോന്നിയില്ല. ലാസ്റ്റ് ഇറങ്ങിയപ്പോൾ ഒരു സങ്കടം തോന്നി. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഞങ്ങൾ തെറ്റ് ചെയ്തില്ലല്ലോ, ഒരു തെറ്റും ചെയ്യാതെ പോലീസ് സ്റ്റേഷൻ കയറേണ്ടി വന്നല്ലോ എന്ന ഒരു ടെൻഷൻ തോന്നി. ഭക്ഷണം കഴിക്കവെയാണ് നിങ്ങളെ പിടിച്ചിറക്കിയതാണ് അല്ലേ? ഭക്ഷണം കഴിക്കാനിരുന്ന് ഇങ്ങനെ കയ്യിലെടുത്തതേ ഉള്ളൂ, അപ്പോഴാണ് എടുത്തോണ്ട് പോയത്. അച്ഛനെ കോളറിൽ തൂക്കിയെടുത്ത് അങ്ങ് കൊണ്ടാണ് പോയത് അവർ. അതിൻ്റെ പുറകെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ പുറകെ പോയതാണ്. ഏതായാലും പുതുവത്സരം നന്നായിരിക്കട്ടെ. വലിയ ഭീഷണി ഇവർക്ക് ഉണ്ടായി എന്നതാണ് ഗൗരവമുള്ള ഒരു പ്രതികരണം. വധഭീഷണി അടക്കം തനിക്ക് നേരെ ഉണ്ടായി എന്നതാണ് ഫാദർ സുധീർ പറയുന്നത്. അമരാവതിയിൽ നിന്നും വരുൺ വടശ്ശേരിക്കരിക്കൊപ്പം ഫാദർ ചന്ദ്രൻ. ജോണിനും ഫാദർ സുധീർ ജോൺ വില്യംസ് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും നല്ല ദിനങ്ങൾ ഉണ്ടാകട്ടെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. താങ്ക് യു ശ്രീനാഥ് ചന്ദ്രൻ അവരെ കണ്ടതിനും സംസാരിച്ചതിനും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.